ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം BEM UP സ്കൂൾ ഫറോക്കിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ. ഹലോ, നമസ്കാരം. ഞങ്ങൾ BEM UP സ്കൂൾ ഫറോക്കിലെ വിദ്യാർത്ഥികളാണ്. BEMന്റെ മുദ്രാവാക്യം എന്നത് വിവേചനമില്ലാത്ത വിദ്യാഭ്യാസമാണ്. ജാതിമത ലിംഗ വ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം 122 വർഷങ്ങൾ പിന്നിട്ടു. പാഠ്യേതര രംഗങ്ങളിൽ മികച്ച കാഴ്ചകൾ വഹിക്കുവാനും ഈ വിദ്യാലയത്തിന് സാധിച്ചു. കലാശാസ്ത്ര രംഗങ്ങളിൽ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ BEMന്റെ സ്ഥാനം മുന്നിലാണ്. ഇതിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനായി നിവേദിത, മഹിയ, വേദിക, അനുഹ, നിവേദ്യ, സൂര്യനന്ദ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ കൃപയാലാകണമേ. എന്റെ വീഥികളിൽ നീ ദീപമായിടണേ. ദൈവമേ, ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. കൃപ എന്നിൽ തൂകണമേ. കൃപ എന്നിൽ തൂകണമേ. അടുത്തതായി അനൂഹയുടെ ഒരു കഥാപ്രസംഗം. മാന്യസദസ്സിന് വന്ദനം. ചരിത്രത്തിന്റെ വലിയ പുസ്തകത്തിൽ ഒരാൾ മാത്രം രക്തമൊഴുക്കാതെ ലോകത്തെ മാറ്റിയെഴുതി. കിരീടമോ വാളോ സൈന്യമോ ഇല്ല, മറിച്ച് ഒരു വടി, ഒരു ചക്രം, ഒരു വലിയ ആശയം. അദ്ദേഹമാണ് മഹാത്മാഗാന്ധി. വർഷം 1869. ഗുജറാത്തിലെ പോർബന്ദറിൽ ഒരു കുഞ്ഞു ജനിച്ചു. മാതാപിതാക്കൾ ആ കുഞ്ഞിന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് നാമകരണം ചെയ്തു. കുട്ടിക്കാലത്തെ ആ കുഞ്ഞിന് അമ്മ ചൊല്ലിക്കൊടുത്തിരുന്നു, മോനെ, ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. അതിന് ആ കുട്ടിയുടെ മറുപടി ഇതായിരുന്നു, ഒരിക്കലും ഞാൻ സത്യം വിട്ട് പ്രവർത്തിക്കില്ലമ്മേ. ആ വാക്കുകളാണ് ആ കുട്ടിയെ മഹാത്മാവാക്കി മാറ്റിയത്. ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു ഗാന്ധിജി. ഇന്ത്യ എന്ന നാടിനെ സ്വതന്ത്രമാക്കി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു ഗാന്ധിജി. ഇന്ത്യയിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം വക്കീലായി ജോലി ചെയ്യാൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അവിടെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വെളുത്ത വർഗക്കാരനായ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കരുത്, ഇത് വെളുത്തവർക്കുള്ള ബോഗിയാണ്. എന്നാൽ വളരെ ശാന്തമായി ഗാന്ധിജി പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ഉണ്ട്. എന്നാൽ ഇത് കേട്ടു ദേഷ്യം വന്ന വെള്ളക്കാരൻ ട്രെയിൻ നിർത്തി ഗാന്ധിജിയെ പുറത്തേക്ക് തള്ളുന്നു. ആ രാത്രി ആ റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ തീരുമാനത്തിന്റെ തുടക്കമായിരുന്നു. അനീതിക്കെതിരെ ഞാൻ പോരാടും, ഹിംസയില്ലാതെ. രഘുപതി രാഘവ് രാജാറാം പതിതോ പാവന सीताराम ईश्वर अल्लाह तेरे नाम सबको सन्मति
ഭഗവാൻ. തിരികെ ഇന്ത്യയിലേക്ക് എത്തിയ ഗാന്ധിജി കാണുന്നത് കർഷകർ ദുഃഖത്തിൽ, തൊഴിലാളികൾ ദുരിതത്തിൽ, ഇന്ത്യ അടിമത്തത്തിൽ. ബ്രിട്ടീഷുകാർ ഉപ്പിനും നികുതി ചുമത്തി. ഗാന്ധിജി പറഞ്ഞു, കടൽ എല്ലാവരുടേതുമാണ്. അദ്ദേഹം നടന്നു 100 കണക്കിനു കിലോമീറ്റർ. ജനങ്ങൾ അദ്ദേഹത്തോടായി പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടൊപ്പം. ദാ അവർ വരിവരിയായി നടക്കുന്നു. ദിവസങ്ങളോളം അങ്ങനെ ലക്ഷ്യത്തിലെത്തി. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി. ഒരു കടൽ തീരത്ത് ഒരു കുമ്പിൽ വെള്ളത്തിൽ ഒരു മഹാഗർജനം കേട്ടു. ഒരു പിടി ഉപ്പിന്റെ ഉപ്പ് തുടിച്ചല്ലോ വിയർപ്പിലും രുതിരത്തിലും. ഗാന്ധിജി പലതവണ ജയിലിൽ പോയി. എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം കൂടുതൽ ശക്തനായി. സത്യവും സഹനവും അഹിംസയും ആയുധമാക്കി അദ്ദേഹം മുന്നേറി. 1947 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർന്നു പറക്കുമ്പോൾ, ജനങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എവിടെയായിരുന്നു? ദാ നോക്കൂ, ഒരു കൈയിൽ ഗീതയും മറുകൈയിൽ വടിയുമായി എത്തുന്നു ഗാന്ധി. നോക്കാലിയേൽപ്പിച്ച മുറിവേറ്റു പിടയുന്ന ഇടനെഞ്ചുമായി നിൽപ്പു ഗാന്ധി, ഇടനെഞ്ചുമായി നിൽപ്പു ഗാന്ധി. അന്നേ ദിവസം ആഘോഷങ്ങളിൽ നിന്നെല്ലാം അകന്ന് കൊൽക്കത്തയിലെ തെരുവുകളിൽ വിലപിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും നോക്കാലിയിലെ ഹിന്ദു മുസ്ലിം ലഹളകളും ജനങ്ങളുടെ കൂട്ടപലായനവും അദ്ദേഹത്തെ തളർത്തി. ഇതായിരുന്നില്ല ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. മറിച്ച് മതേതരത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ഇന്ത്യ. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വിളിക്കപ്പെടാതെ ഭാരതീയനായിരിക്കുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്നാൽ ഗാന്ധിജിയുടെ ഈ ആശയങ്ങളെ തെറ്റിദ്ധരിച്ച നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതതീവ്രവാദി അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു. ഭാരത മണ്ണിൽ പിടഞ്ഞു വീഴുമ്പോഴും നറുചിരികളുതിരുന്ന ചുണ്ടിന്റെ ഒരു കോണിലപ്പോഴും ചെറുമന്ദഹാസം. ഹേ രാം, ഹേ രാം, ഹേ രാം. ആ മനുഷ്യൻ വീണു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയം ലോകമെമ്പാടും ഉതിർന്നു. ഗാന്ധിജി ചരിത്രത്തിലെ വെറുമൊരു പേരല്ല, മറിച്ച് അദ്ദേഹം നമ്മുടെ എല്ലാം ജീവിതത്തിലെ വഴിത്തിരിവാണ്. സത്യം പറയുമ്പോഴും അഹിംസ പാലിക്കുമ്പോഴും അനീതിക്ക് മുൻപിൽ തലകുനിക്കാതെ നിൽക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ ഗാന്ധിജിയാണ്. തുടർന്ന് ഒരു കൊച്ചു കവിത കേൾക്കാം. ചൊല്ലുന്നത് അയന ഫാത്തിമ. ഞാനിവിടെ പാടാൻ പോകുന്നത് തേന്മാവ് എന്ന കവിതയാണ്. എനിക്കുമുണ്ടൊരു തേന്മാവ്, വലിപ്പമുള്ളൊരു തേന്മാവ്, എന്നുടെ വീടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്. വിരുന്നിനെത്തി തത്തമ്മ കൂടുകൂട്ടാൻ അണ്ണാനും വിരുന്നൊരുക്കി തേന്മാവ്, എന്നുടെ നമ്മുടെ തേന്മാവ്. ചക്കര മാമ്പഴമൊന്നു തരൂ കാ കാ കാക്കമ്മേ, മൂളിക്കൊണ്ട് പായുന്നു തേനീച്ചകളും വരി വരിയായി. തത്തി തത്തിത്താളത്തിൽ തുള്ളും തുള്ളും തത്തമ്മ, തക്കം നോക്കി തഞ്ചത്തിൽ പാട്ടുപാടും തത്തമ്മ. തേന്മാവിൻ കൊമ്പത്ത് കൂടുകൂട്ടി അണ്ണാനും, തേന്മാവിൻ കൊമ്പത്ത് തുള്ളിച്ചാടി അണ്ണാനും. ഒരു നാൾ മാമ്പഴമൊന്നിനു വേണ്ടി കശപിശയായി രണ്ടാളും. തക്കം നോക്കി പമ്മിയിരുന്ന കാക്കച്ചിക്കതു സന്തോഷം. കോട്ടും സൂട്ടും ടൈയും കെട്ടി കാക്ക പെണ്ണൊരു പോലീസാ. ലാത്തിയുമായി പാറിയകന്നു കൊത്തിമുറിച്ചു രണ്ടാളിയും. കയ്യിൽ കിട്ടിയ മുട്ടൻ വടിയ തട്ടുകൊടുത്തു തത്തമ്മ. കൂട്ടിനു വന്നു അണ്ണാൻ കുട്ടനും ദേഷ്യത്തോടെ തേന്മാവും. പേടിച്ചോടി കാക്കപ്പെണ്ണ് പാറിയകന്നോ എന്നേക്കും. കളിയും ചിരിയും കുസൃതിയുമായി മൂവരും ഒന്നിച്ചെന്നെന്നും. ചക്കര മാമ്പഴമുണ്ടല്ലോ കളിയൂഞ്ഞാലയുമുണ്ടല്ലോ, കളിയും ചിരിയും കുസൃതിയുമായി സന്തോഷത്തിൻ നാളുകളായി. ഒരു നാൾ സൂര്യനുദിക്കും നേരം കലപില കലപില ശബ്ദം കേട്ടു. കുളിരിൽ ചൂളിക്കൂടിയുറങ്ങും അണ്ണാൻ കുട്ടൻ തത്തപ്പെണ്ണിനെ തട്ടി വിളിച്ചു.
പെട്ടെന്നെന്തോ തട്ടിമറിഞ്ഞതുപോലെ ശബ്ദം കേൾക്കാനായി. അയ്യോ അയ്യോ നിലവിളി കേട്ടു ഓടിച്ചെന്നു രണ്ടാളും. കയ്യിൽ മഴവും കത്തിയുമായി മല്ലന്മാരവർ 10 ആടിയുലഞ്ഞ് തേന്മാവിൻ്റെ ചില്ലകൾ വെട്ടിയൊതുക്കുന്നു. വെട്ടിമാറ്റാൻ വന്നവരെ അരുതേ അരുതേ വെട്ടരുതേ, തേന്മാവിനെ കൊല്ലരുതേ, ക്രൂരത വെടിയോ മാനവരെ. ആരു കേൾക്കാൻ ആരു പാടാൻ, നിർത്തൂ നിർത്തൂ കാട്ടാള, മണ്ണും മരവും വെള്ളം വായുവും ഭൂമിയുടെ സത്തെന്നറിയുക നീ. അരുതേ അരുതേ വെട്ടരുതേ, പറയണം നാം കുട്ടികളെ, നമ്മുടെ നല്ലൊരു ഭാവിക്കായി, നമ്മുടെ നല്ലൊരു ഭാവിക്കായി, നമ്മുടെ നല്ലൊരു ഭാവിക്കായി. ഇനി ഒരു പ്രസംഗമായാലോ? അവതരിപ്പിക്കുന്നത് ആയിഷ ഹാനിയ. ബഹുമാന്യരെ, ആദരണീയരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ലഹരി എന്ന മഹാവിപത്ത് എന്നതാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ വേളയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഏറെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലോ ലഹരി. ലഹരിയെക്കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്കിലും അത് എത്രത്തോളം വലിയ വിപത്താണ് എന്ന ബോധം നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ കാലഘട്ടത്തിൽ വാഹനാപകടങ്ങളും മറ്റും കൂടി വരുന്നുണ്ട്. ഇവയുടെ ലിസ്റ്റ് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിൽ മിക്കതും ലഹരിയുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ആദ്യമായി ലോകത്ത് ഇറങ്ങിയ മയക്കുമരുന്ന് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് കറുപ്പ് എന്ന ചെടിയിൽ നിന്നെടുക്കുന്ന കറുപ്പ് എന്ന മയക്കുമരുന്നാണ്. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപടികളിൽ ജീവിക്കുന്ന നാമെല്ലാം എത്തിയപ്പോഴേക്കും MDMA, കഞ്ചാവ്, പാൻപരാഗ്, ഹാൻസ് മുതലായ മാരക ലഹരി വസ്തുക്കളുടെ അടിമകളായി മാറിയിരിക്കുകയാണ് ഈ തലമുറ. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നാം ലഹരി ഉപയോഗിച്ചാൽ പിന്നീട് നമ്മെ നിയന്ത്രിക്കുന്നത് ലഹരിയാണ്. നാം ലഹരി ഉപയോഗിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മിലൂടെയും ഒരു തലമുറ കടന്നു വരാനിരിക്കുന്നുണ്ട് എന്ന്. അവർക്ക് നാം ഇതുപോലെയുള്ള ദുശീലങ്ങളാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അവരെ അടുത്ത തലമുറയെ നയിക്കാൻ വേണ്ടിയുള്ള പ്രാപ്തരാക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകളും റാലികളും പരിപാടികളും നടക്കുമ്പോൾ അതിലൊന്നും പങ്കെടുക്കാതെ അതവർക്ക് പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മക്കൾ ലഹരി ഉപയോഗിക്കുക എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ, നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഈ ലോകത്ത് എപ്പോൾ എന്ത് നടക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ലല്ലോ. ഇപ്പോൾ ലഹരിയുടെ വലയിൽ കൂടുതലായി അകപ്പെടുന്നത് കുട്ടികളാണ്. നാം പോലും അറിയാതെ നാം ലഹരി വിൽക്കുന്നവരും ലഹരിക്ക് അടിമകളുമായി മാറുന്നു. അങ്ങാടികളും വീടുകളും മറ്റും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി മാറുന്നു. നാം ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആൺകുട്ടികളാണ്. എങ്കിലും നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ചെറിയവരെന്നോ മുതിർന്നവരെന്നോ എന്നില്ലാതെ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു എന്ന വാസ്തവം നാം ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ വെറുക്കുകയല്ല വേണ്ടത്, അവരെ ചേർത്തു നിർത്തി അവർക്ക് വേണ്ട ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ലഹരിയോട് അരുത് എന്ന് പറയാൻ നാം ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. വേണ്ടേ? നമുക്കൊരു തിരിച്ചറിവും തിരിച്ചുപോക്കും വേണം, തീർച്ചയായും വേണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നാം മാറണം. നാം നമ്മുടെ ദുശീലങ്ങൾ മാറ്റിവെക്കണം. ഇന്ന് ദൈവത്തിൻ്റെ നാട് എന്ന കേരളം നാളെ ലഹരിയുടെ നാട് എന്ന് ആവാതിരിക്കാൻ വേണ്ട വേണ്ട നമുക്ക് വേണ്ട ലഹരി എന്നത് നമുക്ക് വേണ്ട എന്ന മുദ്രാവാക്യവും വിളിച്ച് ജാതി മതമെന്നില്ലാതെ കേരളം ഒന്നടങ്കം മുന്നിട്ടിറങ്ങണം. എന്നാൽ മാത്രമേ ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നം നമുക്ക് നിറവേറ്റാൻ കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി ഒരു ഉറുദു ഗാനം ആലപിക്കുന്നത് മുഹമ്മദ് സഹദ്. हरा गुंबद जो देखोगे ज़माना भूल जाओगे, हरा गुंबद जो देखोगे ज़माना भूल जाओगे,
اگر طیبہ کو جاؤ گے دعا نہ بھول جاؤ گے. نہ اتراؤ زیادہ چاند تارو اپنی رنگت پر. نہ اتراؤ زیادہ چاند تارو اپنی رنگت پر. میرے آقا کو دیکھو گے چمکنا بھول جاؤ گے. میرے آقا کو دیکھو گے چمکنا بھول جاؤ گے. ہرا گنبد جو دیکھو گے زمانہ بھول جاؤ گے. اگر طیبہ کو جاؤ گے دعا نہ بھول جاؤ گے. تمہارے سامنے ہوگا کبھی جب گنبد گزرا. تمہارے سامنے ہوگا کبھی جب گنبد گزرا. نظر جم جائے گی اس پر عطا نہ بھول جاؤ گے. نظر جم جائے گی اس پر عطا نہ بھول جاؤ گے. ہرا گنبد جو دیکھو گے زمانہ بھول جاؤ گے. اگر طیبہ کو جاؤ گے دعا نہ بھول جاؤ گے. حدیث مصطفیٰ پر تم تو ہو جاؤ عمل پیرا. حدیث مصطفیٰ پر تم تو ہو جاؤ عمل پیرا. قسم رب کی کبھی ماں کو ستانا بھول جاؤ گے. قسم رب کی کبھی ماں کو ستانا بھول جاؤ گے. ہرا گنبد جو دیکھو گے زمانہ بھول جاؤ گے. اگر طیبہ کو جاؤ گے دعا نہ بھول جاؤ گے. اگر تم غار سے میرے ابھی کی نعت سن لو گے. اگر تم غار سے میرے ابھی کی نعت سن لو گے. میرے تابع تم گانا بجانا بھول جاؤ گے. میرے تابع تم گانا بجانا بھول جاؤ گے. ہرا گنبد جو دیکھو گے زمانہ بھول جاؤ گے. اگر طیبہ کو جاؤ گے دعا نہ بھول جاؤ گے. ہرا گنبد جو دیکھو گے زمانہ ഭൂൽ ജാओगे. അവസാനമായി ഞങ്ങൾ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു സംഘഗാനം കേട്ടാലോ? അവതരിപ്പിക്കുന്നവർ ദിയ മെഹറിൻ, ആയിഷ ലന, നിവേദ്യ, സൂര്യനന്ദ, നിവേദിത, വേദിക, മഹിയ. നിസഗ സനി സഗ സനി സഗ സനി സഗ സഗ മ പ മ ഗ മ പ മ ഗ മ പ മ ഗ മ പ മ മ പനി പ മ പനി പ മ പനി പ പനി സരി സാനി പ മ ഗ സ. നിസഗ സനി സഗ സനി സഗ സനി സഗ സഗ മ പ മ ഗ മ പ മ ഗ മ പ മ ഗ മ പ മ പനി പ മ പനി പ മ പനി പ പനി സരി സാനി പ മ ഗ സ. സനി പനി സഗ സനി സനി പനി സഗ സനി സനി പനി സഗ സഗ മ പ മ ഗ മ പനി പ മ ഗ മ പനി പ മ ഗ മ പനി പനി സ.
സനി പനി സഗ സനി സനി പനി സഗ സനി സനി പനി സഗ സഗമ പമ ഗമ പനി പമ പമ ഗമ പനി പമ പമ ഗമ പനി പനി സ തക്കിട ജടുദ ദീം ജടുദ തക്കിട ദീം തക്കിട ജടുദ ദീം ജടുദ തക്കിട ദീം തദീം തകിട തഗദീ നിളയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി കഥകളി കലയുടെ പദരസമൊഴുകിയ ചരിതകൾ പാടുകയായി പുലരിത നിറമണി പകരുമ തിരകളെ തോടയമാടുകയായി ആനന്ദത്തിരുത്താളിജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി ആനന്ദത്തിരുത്താളിജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി നിളയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി കഥകളി കലയുടെ പദരസമൊഴുകിയ ചരിതകൾ പാടുകയായി പുലരിത നിറമണി പകരുമ തിരകളെ തോടയമാടുകയായി ആനന്ദനം നംദനനന ദീം നംദനം ദീം തനനന ദോം നംദനം ദോം തനനനം ആനന്ദനം നംദനനന ദീം നംദനം ദീം തനനന ദോം നംദനം ദോം തനനനം ഈ ചിത്രവൃത്ത നൃത്യതാളം നീ സ്വർണവർണ്ണ ഗംഗയാകും നീ സ്വർണ ചന്ദ്രബിംബമലിയുകയായി ഈ ചിത്രവൃത്ത നൃത്യതാളം നീ സ്വർണവർണ്ണ ഗംഗയാകും നീ സ്വർണ ചന്ദ്രബിംബമലിയുകയായി വിരലുകളണിയും വരമുദ്രയുണരും വിരഹത്താലുഴിയും രതിലയഭാവം നിളയുടെ ചുവരിൽ പദസ്വരം കിലുങ്ങി ശ്രുതിയിടുമൊരു നവ കിളിമൊഴിയൊഴുകി കുളിരണി പവനനിൽ ഒഴുകിടും ഒരു മൃദുമുരളിയിൽ അലിയുമ സുഗന്ധം ലയമരന്തം ഹരിഗീതകം നീ സഗ സഗ സാനിയാ മാ പനി പനി പമ സഗമ സമഗ സനി പനി സ ആനന്ദത്തിരുത്താളിജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി ആനന്ദത്തിരുത്താളിജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി നിളയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി കഥകളി കലയുടെ പദരസമൊഴുകിയ ചരിതകൾ പാടുകയായി പുലരിത നിറമണി പകരുമ തിരകളെ തോടയമാടുകയായി ആനന്ദത്തിരുത്താളിജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി ആനന്ദത്തിരുത്താളിജതികൾ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി നിളയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി തകദിമി തക തകദിമി 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 തക തകദിമി 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 തക തകദിമി 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 തക തകദിമി തനനം സനി പനി സാനി സഗ സ പമ ഗമ പമ പനി പ സനി പനി സാനി സഗ സ സഗമ പമ ഗമ പനി പ ഗമ പമ സനി പനി സാനി സഗ സ പമ ഗമ പമ പനി പ സനി പനി സാനി സഗ സ സഗമ പമ ഗമ പനി പ ഗമ പമ താളത്തിൽ പെരുമഴ പെയ്യണ മേളത്തിൽ നിറപരമറയണ മഞ്ചാടിപ്പാൽ കടലൊഴുകണ ശീവേലിക്കാഴ്ചകൾ കാണണം ആകാശപ്പുഴകൾ പാടണ മണിമേഘ ചാമരം വീശണ ഗജരാജ പട്ടം ചൂടിയ കരിമേഘ കോലം മേയ ആനന്ദനം ദം തന ധൂം ധൂം ധനം ദാ ആനന്ദനം ദം തന ധൂം ധൂം ധനം ദാ ni saga saga saniya ma pani pani pama saga ma samaga sa sani pani sa
ആനന്ദത്തിരുത്താളി ജതികളിൽ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി. നിളയുടെ തീരം അനുപമ തീരം നവരസഭാവം പകരുകയായി. കഥകളി കലയുടെ പദരസമൊഴുകിയ ചരിതകൾ പാടുകയായി. പുലരിത നിറമണി പകരുമ തിരകളെ തോടയമാടുകയായി. സനി പനിസ പമഗമപ സനി പനിസ സനി പനി സഗ സനി പമഗമപ നിസഗരിസ നിസഗരിസ നിസ സമഗ പമഗമപ. ഭാവം തേടും കഥകളി പാടും നേരം ലഹരിയിലാടി പാടി ജനപദം തിരകളിളകുന്ന കേളിയാടുന്ന മേളഘോഷങ്ങൾ ഉയരുകയായി. സ്വരമഴ പൊഴിയുമ മുരളിയിൽ ഒഴുകിയ ജതികളിൽ തീരമലിയുകയായി. കാലങ്ങൾ തീരങ്ങൾ തിരയും ആനന്ദ പാലായി നീട്ടിയ ഭാവങ്ങൾ സാരങ്ങൾ ജനപദം തിരയുകയായി. ആ ആ ആ ആ സഗസനി 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 സാഗരി മാ മപദ പമപദ പമപദ പമഗരിഗസ. പല്ലവി പാടി കണ്ണകിയാടി സഗമപ സസഗമപ. പല്ലവി പാടി കണ്ണകിയാടി സഗമപ സനി പനി സ. തകിടദീം തകിടദീം തനന ദിരന 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 തകിടദീം തകിടദീം തനന ദിരന 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 ദീം. ആവർണമോദം ചിലമ്പിന് നാദം ആരാധ്യനാഥൻ കോവിലമാരൻ. മൃതി അണഞ്ഞിടും കഥയിലുണർന്നവൾ കനലായി നീറുകയായി. കലിയുറഞ്ഞിടും അവളുടെ ഭാവം അഗ്നിയിലാടുകയായി. ദേശഭക്തിയിലുണരുകയായി. നിളയുടെ തീരം അനുപമ തീരം പാമഗ സനി സഗ നവരസഭാവം പകരുകയായി. സാരി പാമഗ മപ. കഥകളി കലയുടെ പദരസമൊഴുകിയ ചരിതകൾ പാടുകയായി. പുലരിത നിറമണി പകരുമ തിരകളെ തോടയമാടുകയായി. ആനന്ദത്തിരുത്താളി ജതികളിൽ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി. ആനന്ദത്തിരുത്താളി ജതികളിൽ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി. ആനന്ദത്തിരുത്താളി ജതികളിൽ തൂമഞ്ഞിൻ മണിപ്പൂവ് വിതറിയ തീരത്തിൻ കളിത്തട്ടിലുണരുകയായി. നിങ്ങൾ ഇതുവരെ കേട്ടത് BEM UP സ്കൂൾ ഫറൂഖിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.